അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിലെ പ്രസിദ്ധമായ വാക്യമാണിത്. ക്രിസ്തുവേശുവിലുള്ള ആർക്കും ശിക്ഷാവിധിയില്ല. അടുത്തത്, എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പോൾ ആർക്കും ശിക്ഷാവിധിയില്ലെന്ന് എനിക്കെങ്ങനെ അറിയാം? എനിക്ക് മനസ്സിലായി ഈ ശിക്ഷാവിധി എങ്ങനെയാണ് വരുന്നതെന്ന്. റോമാലേഖനം 6-ാം അധ്യായം. പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം യേശു കർത്താവ് കുരിശിൽ നേടിത്തന്നു. 7-ാം അധ്യായം. ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം കർത്താവായ യേശു ക്രിസ്തു തൻ്റെ രക്തത്താൽ നേടിത്തന്നു. 8-ാം അധ്യായത്തിൽ വന്ന് നിൽക്കുന്ന ഞാൻ, സഭയിൽ വന്ന് നിൽക്കുന്ന ഞാൻ ഒരു കാര്യം തിരിച്ചറിയുന്നു. എൻ്റെ അകത്തുനിന്ന് എന്നെ വിധിക്കാൻ ഇപ്പോഴാരുമില്ല. തന്നെത്താൻ കൊല്ലുക എന്നൊരു ഫ്രേസ് ഉണ്ട്, എന്ന് പറഞ്ഞാൽ ആത്മഹത്യ. പാപം ചെയ്തവൻ അവൻ മരിക്കുന്നത് ആത്മഹത്യ കൊണ്ടാണ്. അവൻ അവനെ തന്നെ ബ്ലെയിം ചെയ്യും, അല്ലെങ്കിൽ സാത്താൻ അത് ചെയ്യിപ്പിക്കും. നീ നഗ്നനെന്ന് നിന്നോട് ആര് പറഞ്ഞു? പിശാച് പറഞ്ഞു. പിശാചൊന്നും പറഞ്ഞില്ല, അത് തിന്നാനവൻ പറഞ്ഞു, പാപം ചെയ്യാനവൻ പറഞ്ഞു. പക്ഷെ നീ നഗ്നനെന്ന് നിന്നോട് തന്നെ നീ പറഞ്ഞു. അടുത്തത്, ഞാൻ തിന്നരുതെന്ന് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നു. അപ്പോൾ കൽപ്പനയുടെ ലംഘനം പാപത്തെ കൊണ്ടുവരുന്നു, പാപം മരണത്തെ കൊണ്ടുവരുന്നു. ഇത് രണ്ടും നടക്കുന്നത് അകത്താണ്. അതുകൊണ്ട് അകം വൃത്തിയാക്കിയാൽ പുറവും വൃത്തിയാകും. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ സൂക്ഷിച്ചു കൊള്ളുക. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നു. അപ്പം തിന്ന് തൃപ്തരായ ജനം അവർ യേശുവിനെ അന്വേഷിച്ച് വന്നപ്പോൾ യേശു പറഞ്ഞു, കൊള്ളാം, എനിക്ക് സന്തോഷമായി. പക്ഷേ അപ്പം തിന്ന് തൃപ്തി ആയതുകൊണ്ടല്ലേ എന്നെ പിന്തുടർന്നത്. ഈ അപ്പം തിന്നിട്ട് തിന്ന അപ്പവും അത് ചെന്ന വയറും നശിച്ചു. എന്നാൽ നശിച്ചു പോകാത്തൊരു അപ്പം തരാനാണ് ഞാൻ വന്നത്. നിത്യജീവങ്കലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി അന്വേഷിപ്പീൻ, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. ഞങ്ങൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ദൈവം അയച്ചവനിൽ വിശ്വസിക്കണം. സാത്താന്റെ പ്രതീകമായ നിഴലായ ഫറവോന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. സാത്താന്റെ സാമ്രാജ്യത്തിന്റെ നിഴലായ ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ടു. സ്നാനത്തിന്റെ നിഴലായ ചെങ്കടൽ ക്രോസ് ചെയ്തു. പരിശുദ്ധാത്മാവിന്റെ നിഴലായ മേഘത്തിന് കീഴെയായിരുന്നു. എന്നിട്ടും എന്തോ തകരാറ് പറ്റി. ജനം പെറുപെറുത്തുകൊണ്ടേയിരുന്നു, അസ്വസ്ഥരായിക്കൊണ്ടിരുന്നു. കാരണം ആ തലമുറ അങ്ങനെ ആയിരിക്കണമായിരുന്നു. നമുക്ക് ദൃഷ്ടാന്തത്തിനായിട്ട് എഴുതി വെച്ചിരിക്കുക. വിശ്വാസത്തിലേക്ക് വരുന്നവൻ അവൻ്റെ ആദ്യകാലങ്ങളിൽ ഈ ഒരു സ്ട്രഗിളിലൂടെ കടന്നു പോകും. ആ കൂട്ടത്തിൽ വിജയികൾ ഉണ്ടായിരുന്നു. പിന്നീടും അനേകർ കർത്താവിൽ ആശ്രയിച്ച് ജയം പ്രാപിച്ചിരുന്നു. എന്നാൽ യോർദാൻ കടന്നപ്പോൾ സ്ഥിതി മാറി. യോർദാൻ കടന്നപ്പോൾ ആദ്യം ചെയ്തത് അവിശ്വാസത്തിന്റെ കോട്ട ഇടിക്കുക എന്നുള്ളതാണ്. ശപഥാർപ്പിതമാണത്. എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒരു നന്മ എടുത്തില്ല. അവിടുന്ന് നന്മ എടുത്തവന് ശാപമാണ്. എരീഹോ കോട്ട സ്തുതിയാൽ ഇടിച്ചിട്ടു. വിശ്വാസിയുടെ അകത്ത്, വാക്തത്വ ദേശത്ത് വന്നവന്റെ അകത്തൊരു കോട്ടയുണ്ട്. സങ്കല്പങ്ങളും വിചാരങ്ങളും എന്നൊരു കോട്ട. അത് ജഡത്തിന്റെ ചിന്തയാണ്. ജഡത്തിന്റെ സങ്കല്പങ്ങളാണ്, വിചാരങ്ങളാണ്. അത് പിശാച് കെട്ടുന്ന കോട്ടകളാണ്. ആ ചിന്തകളാണ് അവനെ കൊല്ലിക്കുന്നത്. ആ ചിന്തകളാണ് അവനെ പ്രമാണത്തിന്റെ അടിമത്തത്തിലേക്ക് വീണ്ടും കൊണ്ടുപോകുന്നത്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു സ്വാതന്ത്ര്യം തന്നിരിക്കുമ്പോഴും വീണ്ടും അടിമനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഈ ചിന്തകളാണ്, വിചാരങ്ങളാണ്. നല്ല തോതിൽ പോലും പൈശാചിക ഇൻഫ്ലുവൻസ് വന്നിട്ട് അത് അകത്ത് കോട്ടയായിട്ട് മാറുന്നു. ആരാധനയെ തടസ്സപ്പെടുത്തുന്നു, സ്തുതി ഇല്ലാതാക്കുന്നു. അതുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല. കാരണം ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. ജീവന്റെ ആത്മാവ്, യേശുവിന്റെ ആത്മാവ് എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തി. പുതിയൊരു പ്രമാണം. വചനം ധ്യാനിക്കുമ്പോൾ ഇതുവരെ കാണാത്തൊരർത്ഥം. ലിറ്ററൽ അല്ല, ആ പാസേജുമായിട്ടോ കോണ്ടെക്സ്റ്റുമായിട്ടോ ഒന്നും ചേരാത്തത്. രാവിലെ മഞ്ഞ പെറുക്കി കഴിക്കുന്നത് പോലെ. വിശ്വസിക്കുന്നവന് അത് രുചികരമാണ്, അല്ലാത്തവനത് മടുപ്പാണ്. അല്ലാത്തവനത് കുറേ കഴിഞ്ഞപ്പോൾ അങ്ങ് പരാതി പറയാൻ തുടങ്ങി. വിശ്വസിക്കുന്നവന് അത് ഓരോ ദിവസവും പുതിയതാണ്. അവനത് സന്തോഷത്തോടെ പെറുക്കി സ്തോത്രത്തോടെ കഴിച്ചു. അതവനോട് വ്യക്തിപരമായിട്ട് ഇടപെട്ടു. അതവന് ജീവൻ നൽകി. അതവനെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തുന്ന റേമയായിട്ട് മാറി. അതുകൊണ്ട് അപ്പവർദ്ധന നടന്ന ചാപ്റ്ററിൽ യോഹന്നാൻ 6 യേശു കർത്താവ് പറഞ്ഞു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. ഈ ഒരു കാര്യം പിടികിട്ടിയില്ലെങ്കിൽ വിശ്വാസിയും ലോകമനുഷ്യനും ഒരുപോലെ.
കാരണം ഈ TV-യിൽ കാണുന്ന പരസ്യങ്ങൾ മുഴുവൻ, ലോകത്തിലെ കാര്യങ്ങളുടെ പ്രൊമോഷൻ മുഴുവൻ ഈ ശരീരത്തിന് വേണ്ടിയാണ്, മാംസത്തിന് വേണ്ടിയാണ്. ഈ ലോകത്തിന്റെ പ്രഭുവുണ്ട്, അവന്റെ ചതിയിൽ നമ്മൾ വീഴും. അതുകൊണ്ട് ഈ ഒരു സത്യം അറിയുന്നവർ ചുരുക്കമാണ്. ജീവങ്കിലേക്കുള്ള വാതിൽ, വഴി, ഇടുക്കമുള്ളത് ഞെരുക്കമുള്ളത് കണ്ടെത്തുന്നവർ ചുരുക്കം. എന്താണത്? മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. മാംസത്തിന്റെ ശരീരത്തിന്റെ സന്തോഷത്തിന് വേണ്ടി എല്ലാവരും ഓടുന്നേ, പക്ഷെ അതൊന്നിനും ഉപകരിക്കുന്നില്ലെന്ന് തിരിച്ചറിയാൻ പറ്റാതെ വണ്ണം കണ്ണുകെട്ടി കളഞ്ഞു. ആത്മാവാണ് ജീവൻ നൽകുന്നത്. ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയെ, അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള അവയവങ്ങളെ മരിപ്പിച്ചിട്ടാണ് ഒരുത്തൻ വിശ്വാസിയായത്. അല്ലെങ്കിൽ വിശ്വാസിയായപ്പോൾ അതിനുള്ള കൃപ അവന് കിട്ടി. പിന്നീട് ഇവനെ സ്വാധീനിക്കുന്നത് എന്താണ്? വീണ്ടും അവനെ മാംസത്തിന്റെ ശരീരത്തിന്റെ ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നത് എന്താണ്? കർത്താവിൽ വന്നിട്ടും അവൻ എന്തുകൊണ്ട് ഒരു യെരീഹോ കോട്ട അവൻ്റെ ഉള്ളിൽ രൂപപ്പെടുന്നു? എന്തുകൊണ്ട് അവന്റെ സ്തുതി നിന്നുപോയി? എന്തുകൊണ്ട് ഇവന്റെ സ്തുതിയിൽ യെരീഹോ വീഴുന്നില്ല? വലിയ കാര്യങ്ങളൊന്നുമില്ല. നേരത്തെ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, അത്യാഗ്രഹമായിരുന്നെങ്കിൽ ഇപ്പോൾ കോപം, ക്രോധം, ഈർഷ്യ, ദൂഷണം, ദുർഭാഷണം. ആർക്കെതിരെ? സഭാംഗങ്ങൾക്കെതിരെ, വിശുദ്ധന്മാർക്കെതിരെ. ഇപ്പൊ ഇതാണ് വലിയ പാപമായിരിക്കുന്നത്. പിശാച് ഇതിലാണ് ഏർപ്പിടിച്ചിരിക്കുന്നത്. ഇതാണ് നിന്റെ സന്തോഷം കെടുത്തുന്നത്. ഇതാണ് നിന്നെ പഴയതിലേക്ക് കൊണ്ടുപോകുന്നത്. നിസ്സാരമെന്ന് കരുതുന്ന ഈ കാര്യങ്ങൾ ആത്മമണ്ഡലത്തിൽ അദൃശ്യമായ കോട്ടകളായി മാറുന്നു. വാഗ്ദത്തത്തിന് തടസ്സം നിൽക്കുന്നു. വാഗ്ദത്ത ദേശത്ത് കയറിയവൻ ബാബിലോന്യ മേലങ്കിക്ക് വേണ്ടി, വെള്ളിക്ക് വേണ്ടി, പൊന്നിനു വേണ്ടി അവനെയും അവന്റെ കുടുംബത്തെയും വലച്ചതുപോലെ പിശാച് വിശ്വാസികളെ വലയ്ക്കുന്നു. ഇതിന് ജയിക്കാമോ? ജയിക്കാം. എങ്ങനെ? അധികാലത്തെ എഴുന്നേൽക്കുക, വചനധ്യാനത്തിന് സമയം കണ്ടെത്തുക. നിങ്ങളോട് സംസാരിക്കാൻ നസ്രത്തിലെ തച്ചൻ തയ്യാറാണ്. മനുഷ്യനായി വന്ന ദൈവം അവന്റെ കാൽച്ചുവടവൻ കാണിച്ചു തരും. അവൻ ശരീരത്തിലായിരുന്നപ്പോൾ എങ്ങനെ ജീവിച്ചു എന്ന് അവൻ കാണിച്ചു തരും. അവൻ പോഷണം തരും, അവൻ ശക്തി തരും, അവൻ കൃപ തരും. പിശാച് തരുന്ന വെള്ളിയേക്കാളും പൊന്നിനേക്കാളും കൃപയാണ് നല്ലതെന്നും അവൻ തരുന്ന അനവധി സമ്പത്തിനേക്കാളും സത്കീർത്തിയാണ് നല്ലതെന്നും വല്ലവന്റെ ദേശത്ത് വല്ലവന്റെ അടിമയായി പന്നികളെ മേയ്ക്കുന്നതിനേക്കാൾ നല്ലത് അപ്പന്റെ വീട്ടിലെ അധികാരിയായിരിക്കുന്നതാണ് നല്ലതെന്നും അവൻ സംസാരിക്കും. ആത്മാവോട് സംസാരിക്കും. അവിടെ പിന്നെ ജഡത്തിന് ജയമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം ക്രിസ്തുവേശുവിൽ നിങ്ങൾക്ക് ജയം തരും. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൃപ നൽകട്ടെ, ജയാളിയാക്കട്ടെ, മാനിക്കട്ടെ. ആമേൻ.